അമ്മയാവുക എന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അനുഭവമാണല്ലേ. അതായത് ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക, ആ കുഞ്ഞിനെ സ്നേഹിച്ചും കൊഞ്ചിച്ചും ലാളിച്ചും പരിചരിച്ച് വളർത്തുക, അതിലും മനോഹരമായ ഒരു കാര്യം ഈ ലോകത്ത് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു യാത്രക്കിടയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന്? ഹായ്, ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ പേര് ഷാദിയ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് റാൻഡം ഷാദിയ എന്നാണ്. അപ്പോൾ കുറേ ആയല്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് മിസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ റെഗുലർ വ്യൂവേഴ്സ് ഒന്ന് കോമെന്റ് ചെയ്യണം കേട്ടോ. മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം നമ്മുടെ ലൈഫ് എങ്ങനെ മാറി, ഐ ലോസ്റ്റ് മൈസെൽഫ് ഇൻ മദർഹുഡ് എന്ന് ചിന്തിച്ച നിമിഷങ്ങളും അതിൽ നിന്ന് പോസിറ്റീവായിട്ട് എങ്ങനെ നമുക്ക് കടന്നു വരാൻ പറ്റും എന്നാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അമ്മമാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്ളോഗാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കോമന്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി ഒക്കെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് മാറുമല്ലേ. അതായത് ചിലപ്പോൾ നമ്മൾ കല്യാണത്തിന് മുന്നെയോ അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നെയോ ഒക്കെ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ തന്നെയായിരിക്കും. സെൽഫ് ലവ് ആയിരിക്കും കൂടുതൽ എന്ന് പറയാം അല്ലേ. നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ പക്ഷേ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. നമ്മുടെ പ്രയോറിറ്റി ഫുള്ളും നമ്മുടെ വേൾഡ് തന്നെ ആ കുഞ്ഞായിട്ട് മാറും അല്ലേ. എന്തൊരു അത്ഭുതമാണ് അല്ലേ നമ്മളൊരു അമ്മയായി കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാതെയാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പുസ്തകമൊക്കെ വായിക്കാൻ ഫ്രീ ടൈമിൽ പുസ്തകമൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. പക്ഷെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അതിനുള്ള സമയമൊന്നും കാണൂല. അല്ലെങ്കിൽ ഒരു ചായ നമുക്ക് സമാധാനത്തോട് കൂടി ഇരുന്ന് കഴിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്ന് കുളിക്കാനോ ഉറങ്ങാനോ ഒന്ന് വെറുതെ ഇരിക്കാൻ പോലും നമുക്ക് സമയം കിട്ടാറില്ല. സമയം നമ്മൾ എത്ര കണ്ടെത്താൻ ശ്രമിച്ചാലും ചിലപ്പോൾ നമുക്ക് കിട്ടാറില്ല അല്ലേ. ഇനിയിപ്പോ കുഞ്ഞ് ഉറങ്ങുമ്പോഴാണെങ്കിലോ നമുക്ക് ഒരുപാട് ജോലികളാണ് വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ആ സമയമായിരിക്കും നമ്മൾ ഇച്ചിരി പോലും സമാധാനത്തോടെ ഒന്ന് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഉറങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം, ഭക്ഷണം, സ്വപ്നങ്ങളെല്ലാം നമ്മൾ കുഞ്ഞിന്റെ സമയക്രമത്തിനനുസരിച്ചായിരിക്കും മാറ്റിയിരിക്കുന്നത്. പണ്ട് അങ്ങനെയല്ല, കുഞ്ഞൊന്നും ഇല്ല, നമുക്ക് ഒരുപാട് സമയമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളപ്പോ തോന്നിയ പോലെ ഏത് സമയത്ത് വേണമെങ്കിലും എന്തും ചെയ്യാന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കുഞ്ഞ് ഉറങ്ങുമ്പോഴായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റി. കുഞ്ഞിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ നമുക്കായിട്ട് സമയം കണ്ടെത്തുന്നത് അല്ലേ. ചിലപ്പോൾ സമയം കണ്ടെത്താൻ പോലും ഉള്ള സമയം നമുക്ക് കാണൂല. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഞാൻ എൻ്റെ മോൻ എനിക്ക് ഉണ്ടായതിന് ശേഷം എൻ്റെ ലൈഫിൽ വന്ന കുറച്ച് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാവേ. അതായത് എൻ്റെ തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ മിക്കവാറും ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി വന്നത്. തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ അല്ലേ. ചിലപ്പോൾ ആ ഒരു തംബ്നെയിൽ കൊള്ളൂല, എനിക്ക് വ്യൂസ് അത്ര കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തംബ്നെയിൽ മാറ്റിക്കളയും. അതുകൊണ്ട് ആ ഫോട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അവസ്ഥ, ഞാൻ എങ്ങനെയാണ് ഇരുന്നതെന്ന്. ഇപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന്. അതായത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം മുതലേ എനിക്കും ചില പോയിന്റിൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. അതാണ് ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഉറക്കമില്ല, കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് അതൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, പണ്ടത്തെ അത്ര ഇല്ല. അതായത് ഞാൻ എനിക്കായിട്ട് സമയം കണ്ടെത്താറില്ല. എനിക്കൊന്ന് സമാധാനത്തിൽ ഇരുന്ന് ഒന്ന് ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥ. ഈവൻ കുളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ ആണെങ്കിൽ പണ്ട്, ഞാനൊക്കെ കല്യാണത്തിന് മുന്നേ നമുക്ക് കുളിക്കുമ്പോഴാണ് കുറച്ചൊക്കെ ഒരു എന്താണ് നമ്മൾ പാട്ടൊക്കെ പാടി ആസ്വദിച്ച് കുറേ നേരം ബാത്റൂമിലൊക്കെ നിന്ന് കുളിക്കുന്നവരായിരിക്കും. പക്ഷെ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം എന്ന് പറയുന്നത് നമ്മൾ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഇതിലൊക്കെ കുളിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കുക 2 മിനിറ്റ് 5 മിനിറ്റിലൊക്കെ കുളിക്കാൻ പറ്റും. പറ്റും, ഒരമ്മയ്ക്ക് പറ്റും. ഒരമ്മയ്ക്ക് അതിന് പറ്റുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് അത്രയും സമയം എടുത്ത് കുളിക്കാനൊന്നും പറ്റൂല. നമ്മൾ ചിലപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടായിരിക്കും കുളിക്കാൻ പോകുന്നത്. അതായത് ഭർത്താവിൻ്റെ കയ്യിൽ, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കയ്യിലാണേ ഞാൻ ഉദ്ദേശിച്ചത്. ഭർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അപ്പോഴും സമാധാനം കാണില്ല. ഭർത്താവും കുട്ടിയും കൂടെ കുളിക്കുന്ന ആ ബാത്റൂമിന്റെ ഡോറിന്റെ പുറകിൽ വന്ന് നിന്ന് തട്ടും അല്ലെങ്കിൽ വിളിക്കും, കുഞ്ഞ് കരയണമെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് സമാധാനം ഇല്ല കുളിക്കാൻ വേണ്ടിയിട്ട്. ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും നേരെ ചൊവ്വേ ഒന്ന് കുളിക്കുന്നത് പോലും. ബാങ്ക് വിളിക്കുന്നു, അത് കഴിഞ്ഞ് സംസാരിക്കാം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പ്രവാസി അമ്മയുടെ അവസ്ഥ. ആരും ഇല്ല വീട്ടിൽ, ഒറ്റയ്ക്ക് കുഞ്ഞും അമ്മയും തനിച്ചാണ്. എൻ്റെ അവസ്ഥ തന്നെ ഞാൻ പറയാം. അതായത് ഞാൻ ആദ്യമൊക്കെ കുഞ്ഞ് ജനിച്ച് 3 മാസം ഉമ്മ വാപ്പയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അല്ല, ഉമ്മ ഉണ്ടായിരുന്നു, വാപ്പയൊക്കെ 1 മാസം കഴിഞ്ഞപ്പോൾ പോയി. മദർ ഇൻ ലോ ഫാദർ ഇൻ ലോ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ പിന്നെ കുഞ്ഞിന് 1 മാസം ആയപ്പോഴത്തേക്ക് അവർ പോയി.
അപ്പോൾ ഉമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ പിന്നെ അങ്ങോട്ട് നാട്ടിൽ പോയി പിന്നെ തിരിച്ചൊക്കെ വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. കുഞ്ഞിനെ ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകും. അപ്പോൾ ഹസ്ബൻഡ് രാവിലെ ഇപ്പോൾ രാത്രിയല്ലേ വരത്തുള്ളൂ. ആ ഒരു സമയം ഫുള്ള് ഞാനാണ് കുഞ്ഞിനെ നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഒന്ന് മൂത്രം ഒഴിക്കാൻ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ ഒരു ടൈമിൽ കുഞ്ഞ് എഴയുന്ന പ്രായമായിരുന്നു. ഞാൻ ചില സമയം കുഞ്ഞിനെ വാക്കറിലിരുത്തും. പക്ഷെ എൻ്റെ ഈ വീടല്ലായിരുന്നു, വേറെ വീടായിരുന്നേ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ന്യൂഐജയിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെയെന്ന് പറയുന്നത് കുഞ്ഞിനെ അങ്ങനെ ഒറ്റയ്ക്ക് എനിക്ക്, അതായത് റൂം വേറെ, കിച്ചൺ വേറൊരു സ്ഥലത്ത്, ചെറിയ ഒരു മുടുക്ക് പോലെ ഇടവഴിയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുഞ്ഞിനെ ഒറ്റയ്ക്ക് വാക്കറിലൊന്നും നിർത്താനൊന്നും പറ്റില്ല. ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ ഒരു സ്ലാബ് പോലെ പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വാക്കറിലൊക്കെ നിർത്തിയ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ അങ്ങനെയാണ്, കുറച്ചൊന്ന് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഫ്ലോർ പൊങ്ങിയിരിക്കുന്നത് കാരണം അവിടെ കുഞ്ഞിനെ വാക്കറിൽ നിർത്തി അവൻ താഴെ വീഴും. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ അവിടെ ഇറക്കി നിർത്താറുണ്ട്. അപ്പൊ ഞാൻ ചില സമയം മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. എന്ത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊരു സ്ത്രീയെ സംബന്ധിച്ച് വാഷ്റൂമിൽ പോകുമ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ചില സമയം ഞാൻ വാക്കറിൽ അവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് പോകും. ഇപ്പോൾ മോഷൻ പോകാനൊക്കെ ആണെങ്കിൽ ചില സമയം ഡോർ ഓപ്പൺ ചെയ്തിട്ട് കുഞ്ഞിനെ ഞാൻ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ ഫ്ലോറിൽ കിടത്തുമായിരുന്നു. അപ്പോൾ അവൻ എന്താന്ന് വെച്ചാൽ അവിടെ കിടക്കുമ്പോഴാണ് ഞാൻ ഡോർ ഓപ്പൺ ചെയ്തിട്ടിട്ടാണ് ചിലപ്പോൾ ബാത്റൂമിൽ പോകുന്നത്. ഇപ്പോഴും ഈവൻ 1.5 വയസ്സായിട്ടുണ്ട് മോന്. അപ്പോൾ ഇപ്പോഴും ഞാൻ ബാത്റൂമിൽ പോകുന്നെങ്കിൽ ഒന്നെങ്കിൽ ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് പോവും. പോകുമ്പോൾ പോലും ഞാൻ ഡോർ ഓപ്പൺ ഇട്ടിരിക്കും. കാരണം എനിക്ക് കുഞ്ഞിനെ എന്നെ കാണുന്ന ആ സ്ഥലത്ത് മാത്രമേ ഞാൻ അവൻ അവിടെ ഇരുത്തുള്ളൂ. കാരണം എനിക്ക് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അതിന് വേണ്ടിയിട്ട്. എന്നിട്ടാണ് ബാത്റൂമിൽ പോകുന്നത്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഇവൻ നടക്കാനും ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ അവനെയും കൊണ്ട് തന്നെയാണ് മാക്സിമം ബാത്റൂമിൽ പൊക്കോണ്ടിരുന്നത്. അവൻ എൻ്റെ മടിയിൽ ഇരുത്തിയിരിക്കും. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഒരുപാട് അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെയാണല്ലേ, കുഞ്ഞുങ്ങൾ നമ്മുടെ പുറകേ വരും. നമ്മൾ എവിടെ പോകണോ അവിടെ അവർ വരും. കാരണം അവരുടെ വേൾഡ് എന്ന് പറയുന്നത് അമ്മയായിരിക്കും കൂടുതൽ. പിന്നെ അറിയാലോ, അച്ഛൻ ജോലിക്ക് പോകുന്നു. അപ്പൊ അമ്മ മാത്രമല്ലേ കുഞ്ഞിനെ നോക്കുന്നത്. അപ്പൊ പിന്നെ അവർ കൂടുതലും നമ്മൾ ഉമ്മമാരെ കൂടെ ആയിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് മാറ്റിയിട്ട് പോകുമ്പോൾ അവർ കരയാനൊക്കെ തുടങ്ങും. അവരുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കും. അപ്പൊ എവിടെ പോയാലും അവരെ കൊണ്ടുപോകേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് കുക്കിംഗ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ഞാൻ ഇവിടെ കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിനെ ഹൈ ചെയറിൽ ഇരുത്തിയിട്ടായിരിക്കും ചെയ്യാറുള്ളത്. ചില സമയം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിനെ കിച്ചണിൽ കൊണ്ടുപോകുള്ളൂ. അല്ലാണ്ട് ഞാൻ കൊണ്ടുപോകില്ല. അങ്ങനെ ആരും കൊണ്ടുപോകാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെയായിരിക്കും ചെയ്യാറുള്ളത് കുക്കിംഗ്. പിന്നെ ഇനിയിപ്പോ ഫുഡ് ഉണ്ടാക്കുന്ന കുഞ്ഞിന്റെ കാര്യങ്ങൾ കുഞ്ഞിനെ നോക്കുന്നു, കുഞ്ഞിനെ കുളിപ്പിക്കുന്നു, കുഞ്ഞിന് ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നു, ഡയപ്പർ അപ്പോഴപ്പോഴേ ചേഞ്ച് ചെയ്യുന്നു, അതുപോലെ ഫീഡ് ചെയ്യുന്നു, ഉറക്കുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് നടക്കും. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കൂല. നമ്മൾ ചിലപ്പം ഭയങ്കര മെസ്സി ആയിരിക്കും. ഞാനൊക്കെ ആണെങ്കിൽ ഒരു നൈറ്റിയൊക്കെ ഇട്ടാണ് ഇവിടെ നടക്കാറുള്ളത്. ചില സമയം മുടിയൊന്നും കെട്ടൂലായിരുന്നു. മുടിയൊക്കെ ചീകാൻ പോലും ഒന്ന് കോംപ് ചെയ്ത് പ്രോപ്പറായിട്ട് വെക്കാനുള്ള സമയം പോലും നമുക്ക് കിട്ടിയിരുന്നില്ല. കാരണം ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കാണ്ടായി. കുഞ്ഞിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എൻ്റെ ഹെൽത്തും എൻ്റെ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആണെങ്കിലും ഇതൊന്നും ഞാൻ മൊത്തത്തിൽ അങ്ങ് ശ്രദ്ധിക്കാണ്ട് ആയിപ്പോയി. അപ്പോൾ ഒരു എന്താണ്, വീട്ടിൽ കുഞ്ഞ് അടിപൊളിയായിരിക്കും. കാണുമ്പോൾ ഇപ്പോൾ റീൽസിൽ കാണുന്ന പോലെ കുഞ്ഞ് പ്രോപ്പറായിട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര വൻ സെറ്റപ്പിലൊക്കെ ആയിരിക്കും. പക്ഷെ തള്ള വരുന്നതോ മറ്റേ നൈറ്റിയൊക്കെ മടക്കി കുത്തി മുടിയൊക്കെ ഇങ്ങനെ പ്രാന്തിയെ പോലെ അങ്ങനെയായിരിക്കും വരുന്നത്. ആ അവസ്ഥയായിരുന്നു എൻ്റെതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയ്ക്ക് ഒന്ന് മുഖം കഴുകാൻ പോലും സമയങ്ങളില്ല. പല്ലൊക്കെ തേക്കുന്നതൊക്കെ പെട്ടെന്ന് ഉറക്കെഴുന്നേൽക്കുന്നു, കുഞ്ഞിനെ ഹൈ ചെയറിൽ ഇരുത്തുന്നു. ഇരിക്കാൻ പിന്നെ പ്രായമായപ്പോഴത്തേക്കും എനിക്ക് കുറച്ചൊന്ന് ഹൈ ചെയറിലൊക്കെ ഇരുത്താൻ പറ്റിയല്ലോ. അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോയാണ് ഞാൻ ബാത്റൂമിൽ നിന്ന് പല്ല് തേക്കുന്നത്. പെട്ടെന്ന് മുഖം കഴുകുന്നു. മറ്റേ സ്കിൻ കെയറിന്റെ ഇപ്പൊ റീൽസ് അതാണെങ്കിലും ഇപ്പൊ പറയുകയാണെങ്കിൽ സ്കിൻ കെയർ, ഒരു അമ്മയുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ പോകുന്നു, വാഷ്റൂമിൽ വാഷ് ബേസിൽ പോകുന്നു, മുഖം കഴുകുന്നു, തിരിച്ചു വരുന്നു, തുടയ്ക്കുന്നു, വരുന്നു. ഇത് തന്നെയാണ് എന്റെയും സ്കിൻ കെയർ. ഇത് റിയാലിറ്റിയാണ് സത്യം പറഞ്ഞാൽ. ഇതാണ് ഒരു അമ്മയുടെ സ്കിൻ കെയർ എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആണെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കാം, ഞാൻ എംറുനെ ഉറക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ അവന്റെ സമയത്തിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് പ്രയോറിറ്റി ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇനി ഫുഡ് കഴിക്കുകയാണെങ്കിലോ, നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റൂല. എന്തെന്ന് വെച്ചാൽ ചില സമയം ഞാൻ വിഴുങ്ങുകയാണ് ചെയ്യാറുണ്ട്. ചില സമയം ഞാൻ കഴിക്കൂല. ഈവൻ ഒരുപാട് കരയൊക്കെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു പ്രായത്തിൽ ഇനിയും കുഴപ്പമില്ല. ഇതിന് മുന്നേ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നടക്കുന്നതിനൊക്കെ മുന്നേ. ഇപ്പം കരയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ കൊണ്ട് കളയും. അങ്ങനെയാണ്, ഫുഡൊക്കെ കണക്കായിരുന്നു. ഇനി സമാധാനത്തിൽ ഒരു ചായ കുടിക്കാൻ പോലും നമുക്ക് പറ്റൂലായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഉള്ള ടൈം ആണെങ്കിൽ ഈവനിങ് ഒക്കെ ഹസ്ബൻഡ് വരുമ്പോൾ അങ്ങനെ ചായയൊക്കെ ഇച്ചിരി പോലും സമാധാനത്തിൽ കുടിക്കാൻ പറ്റും. അല്ലെങ്കിൽ കണക്ക് തന്നെയാണ്. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ എമ്രു വന്ന് നോക്കും. അതിപ്പം ഞാനാണെങ്കിലും റീക്കാണെങ്കിലും കഴിക്കുമ്പോൾ അവൻ നോക്കും നമ്മൾ എന്താണ് കഴിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് അവന് എന്തെങ്കിലും കൊടുക്കണം. ചിലപ്പോൾ അവന് ഫീഡ് ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ കഴിക്കുന്നത്. ഇപ്പൊ പുറത്തൊക്കെ പോകുന്ന വെച്ചോ,
ഇപ്പോൾ ഹസ്ബൻഡ് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കും, പക്ഷെ നമ്മളായിരിക്കും കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുഞ്ഞിനെയും ഫീഡ് ചെയ്യുന്നുണ്ട്, നമ്മളും കഴിക്കുന്നുണ്ട് അല്ലേ. നമുക്കൊരു സമാധാനത്തിൽ പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല. കുഞ്ഞായിരിക്കും മാക്സിമം നമ്മൾ ആഹാരം കൊടുത്തോണ്ടിരിക്കുന്നത്. അവൻ കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തല്ലേ. മോനോ മോളോ ആവട്ടെ, നമ്മൾ അവർ കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുമല്ലേ. എൻഷുർ എപ്പോഴും ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മളും പെട്ടെന്ന് അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു. കഴിച്ചാലായി, കഴിച്ചില്ലേൽ ഇല്ല. അങ്ങനെ തന്നെയാണ്. പിന്നെ ഉറക്കം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലേ. നമ്മൾ ബ്രസ്റ്റ് ഫീഡും കൂടി ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് തീരെ ഉറക്കമൊന്നും കാണൂല. കുഞ്ഞിനെ ഉറക്കണം രാത്രി. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചില ബേബീസിനെ ഉറക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മോൻ അങ്ങനെയാണ് കേട്ടോ. ഉറങ്ങാനാണ് ഏറ്റവും പാട്. അവനെ ഫീഡ് ചെയ്യാൻ പാടില്ല. ചില ബേബീസ് ഫീഡ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഫുഡൊക്കെ കൊടുക്കാനാണെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ എൻ്റെ ബേബി അങ്ങനെയാണ്. പക്ഷേ ഉറക്കാൻ അവന് തലകുത്തി ഞാൻ ഇവിടെ നിൽക്കണം എങ്കിലേ അവൻ ഉറങ്ങുള്ളൂ. അങ്ങനെയാണ്. ചിലപ്പോൾ റീക്ക നിൽക്കണം. അങ്ങനെയായിരിക്കും. അപ്പോൾ ഉറക്കാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എന്താണ് നമ്മുടെ പ്രയോറിറ്റി അങ്ങ് മാറിപ്പോകും. പിന്നെ നമ്മൾ അറിയാലോ, ചിലർ ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കും. അപ്പോൾ ജോലിയൊക്കെ നിർത്തിയിട്ടായിരിക്കും നമ്മൾ കുഞ്ഞിനെ നോക്കുന്നത്. ഇപ്പോൾ ഞാനാണെങ്കിൽ പ്രഗ്നൻ്റ് ആയ സമയത്താണ് ഞാൻ എൻ്റെ ജോലി നിർത്തിയത്. അപ്പോൾ ജോലി നിർത്തിയ സമയത്ത് പിന്നെ ഞാൻ അങ്ങോട്ട് എൻ്റെ ലൈഫ് പ്രഗ്നൻ്റ് ആയിട്ട് കുഞ്ഞിനെ ഡെലിവറി ചെയ്യണം, പിന്നെ കുഞ്ഞിനെ നോക്കണം എന്നുള്ള രീതിയിൽ ഇപ്പം ഞാൻ തന്നെയാണ് എൻ്റെ മോനെ നോക്കുന്നത്. അത് എൻ്റെ ഒരു ചോയ്സ് ആണ്, ഞാൻ ചൂസ് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ പോകുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ കരിയർ മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മുടെ കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടാവുന്ന അല്ലേ. അങ്ങനെ ഒരുപാട് അമ്മമാരുണ്ട്. ചിലപ്പോൾ പലപ്പോഴായിട്ട് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുമ്പോഴായിരിക്കും നമുക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ട് ഗിൽറ്റ് ഫീലൊക്കെ ഉണ്ടാവുന്നത്. കുഞ്ഞിന് നമുക്ക് വേണ്ടി, നമ്മുടെ താല്പര്യത്തിന് വേണ്ടി നമ്മൾ സമയമൊക്കെ മാറ്റുമ്പോൾ അയ്യോ കുഞ്ഞിനെ നമ്മൾ നോക്കുന്നില്ലേ, നമുക്ക് നമ്മുടെ താല്പര്യമാണോ ഇൻട്രസ്റ്റ് ആണോ ഏറ്റവും വലുത് എന്നൊക്കെ തോന്നിപ്പോവും. അപ്പോൾ നമുക്ക് ചില സമയം അങ്ങനെ ഒരുപാട് ഗിൽറ്റ് ഉണ്ടാവാം. ഗിൽറ്റ് ഫീലിംഗ് ഒരുപാട് വരാം. നമ്മൾ നമ്മുടെ കരിയറൊക്കെ കളഞ്ഞോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ മാത്രമാണ് ഞാൻ നോക്കുന്നത്, അങ്ങനെ ഒരുപാട് മെൻ്റലി നമ്മൾ ഡിപ്രഷനൊക്കെ ഉണ്ടാവാം. നമുക്ക് വിഷമങ്ങൾ വരാം, സങ്കടങ്ങൾ ഉണ്ടാവും അല്ലേ. കരിയറൊക്കെ മാറ്റി വെച്ചോ, ഇനി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കരിയർ മൊത്തത്തിൽ അങ്ങ് നഷ്ടപ്പെട്ടോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. അതായത് നമുക്ക് കരിയർ മാത്രമല്ല, എനിക്ക് ചില പോയിന്റിൽ തോന്നിയിട്ടുണ്ട്, എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടോ, ഈ ഒരു കുഞ്ഞിനെ വളർത്തുന്ന ഈ ഒരു പീരീഡിൽ എനിക്ക് എന്നെ നഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ ഞാൻ ഒരുപാട് ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില സമയം ഞാൻ അയ്യോ ഇനിയിപ്പം ഞാൻ ചില സമയം വിചാരിക്കും, ഞാൻ അങ്ങനെ ചിന്തിക്കും, അയ്യോ ഞാൻ ഇനി ജോലിക്ക് പോകണം, അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം ചെയ്യാൻ പറ്റില്ല, അപ്പം എൻ്റെ കുഞ്ഞിനെ ഞാൻ നന്നായിട്ട് നോക്കുന്നില്ല, എനിക്ക് കുഞ്ഞിനെ കാട്ടി വലുത് എൻ്റെ താല്പര്യങ്ങളാണോ, എൻ്റെ ഇൻട്രസ്റ്റ് ആണോ എനിക്ക് വലുത് എന്ന് വരെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞിനെ വളർത്തുന്ന ഈ ഒരു തിരക്കിനിടയിൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ കരിയർ തന്നെ ഉപേക്ഷിച്ചെന്ന് വരും. നമ്മളെ പ്രോപ്പറായിട്ട് ഹെൽത്ത് നോക്കാണ്ട് വരും, സ്കിന്ന് നോക്കാണ്ട് വരും അല്ലേ. ചിലപ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, അയ്യോ ഇത് ഞാനാണോ, അല്ലെങ്കിൽ പണ്ടത്തെ ഫോട്ടോ വരെ നമ്മൾ ചിലപ്പോൾ എടുത്ത് നോക്കി കമ്പയർ ചെയ്യും. പണ്ട് ഞാൻ എങ്ങനെ ഇരുന്നു, ഇപ്പം ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ. ഫിസിക്കലി വരെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും, ബോഡിയിലാണെങ്കിലും അല്ലേ. അപ്പം നമുക്ക് മൊത്തത്തിൽ ഒരു വിഷമമായോ, ഞാൻ മുന്നേ എങ്ങനെ ഇരുന്നതാണ്, എന്ത് സുന്ദരിയായിട്ട് ഇരുന്നതാണ് അല്ലേ, എങ്ങനെ ഇരുന്ന ഞാനാണ് ഇപ്പൊ ഇരിക്കുന്ന കോലം നോക്ക് എന്ന് നമുക്ക് തോന്നിപ്പോവും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഈ അമ്മയായതിനു ശേഷം മിക്ക അമ്മമാരും അങ്ങനെ ഒരു തിയേറ്ററിൽ പോയി ഒരു മൂവി കണ്ടോ, അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി ഇരുന്ന ഒരു മൂവി കാണുന്ന സമയങ്ങൾ വളരെ കുറവാണ്. മൂവി ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ തന്നെ ഒരു വയസ്സ് അല്ല, അതായത് കുഞ്ഞുണ്ടായതിനു ശേഷം 1 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു മൂവി തിയേറ്ററിൽ പോയി കണ്ടത്. അതും എൻ്റെ ഉമ്മ വാപ്പ ഉണ്ടായിരുന്നോണ്ട് മാത്രം. അവർ കുഞ്ഞിനെ നോക്കി മാളിൽ നിന്ന് നോക്കി ഞാനും റീക്കായും കൂടെ പോയി ഒരു മൂവി കണ്ടു. അപ്പോൾ നമുക്ക് ആ ഒരു മൂവി പോലും കാണാൻ പറ്റൂല. അങ്ങനത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോവും അല്ലേ. അപ്പം നമുക്ക് ഒരുപാട് ഗിൽറ്റി ഫീലിംഗ് ഉള്ളിലുണ്ടാവും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങും. മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ട അമ്മമാരടുത്ത് പറയാനുള്ളത്, എ ഹാപ്പി മോം റൈസസ് എ ഹാപ്പി ചൈൽഡ് എന്നാണല്ലോ. അതായത് നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളും ഒരു ജീവനാണ്, നമുക്കൊരു ജീവനുണ്ട്. നമ്മളൊരു റോബോട്ടോ അല്ലെങ്കിൽ ഒരു ഡോളോ ഒന്നും അല്ല, നമ്മൾ ജീവനുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞിന് ആവശ്യമുള്ളതും അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു അമ്മയാണ്. അപ്പോൾ നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യേണ്ടത്, നമ്മളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല ഒരു കുഞ്ഞിനെ വളർത്തേണ്ടത് എന്നതാണ്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ സിനിമ കാണാൻ തോന്നും, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ചായ കുടിക്കാനോ, ഒറ്റയ്ക്ക് സമയം കണ്ടെത്താനോ, മീ ടൈം അങ്ങനെയൊക്കെ, സെൽഫ് കെയർ, സ്കിൻ സ്കിൻ കെയർ ചെയ്യാനാണെങ്കിലും ഇങ്ങനെയൊക്കെ തോന്നാം. പക്ഷെ അതൊന്നും നിങ്ങളുടെ സ്വാർത്ഥതയാണെന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക തന്നെ വേണം. പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് ഒരുപാട്
മാറിയെന്ന് വേണം പറയാനല്ലേ. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു സിനിമ കാണണമെന്ന് തോന്നിയാൽ കുഞ്ഞിനെ വീട്ടില് ഉമ്മാടെയോ വാപ്പാടെയോ അല്ലെങ്കിൽ മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ അവരെ ഏൽപ്പിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് പോവുക. പിന്നെ ഒന്ന് ബാത്റൂമിലൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ സ്വസ്ഥമായിട്ട് ബാത്റൂമിൽ പോവുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുക. നിങ്ങളുടേതായ സമയം കണ്ടെത്തുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ചെയ്യുക. അതുപോലെ തന്നെ കരിയർ നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുക. ഇന്നിപ്പോ എല്ലായിടത്തും ഡേ കെയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ നോക്കാൻ ആരെങ്കിലും വിളിക്കുകയോ ആരെങ്കിലും ഏൽപ്പിക്കുകയോ ഡേ കെയറിലൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതിലിപ്പോൾ യാതൊരു തെറ്റുമില്ല. അതല്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കുഞ്ഞിനെ വീട്ടിലിരുന്ന് നോക്കണം അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റുമല്ലോ. നാളെ നിങ്ങൾ ജോലിക്ക് വീണ്ടും റീഅപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോഴും നിങ്ങൾ ആ ഒരു നോളജ് നിങ്ങൾ വീണ്ടും വളർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലി വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ പാഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഹോബി എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതൊക്കെ തിരിച്ച് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ എനിക്ക് ഇപ്പോൾ വ്ളോഗിങ് ഞാൻ നേരത്തെ തുടങ്ങിയ ഒരു കാര്യമാണ്. പിന്നെ ജോലിക്കൊക്കെ പോയപ്പം എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അത് നിർത്തി വെച്ചത്. അപ്പൊ ഇപ്പൊ വീണ്ടും ഞാൻ വീട്ടിൽ കുഞ്ഞിനെ നോക്കിയിരിക്കുന്നുണ്ടല്ലോ, വെറുതെ അല്ലേ ഇരിക്കുന്നത്, വേറെ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ സമാധാനമായിട്ടൊന്ന് ഫുഡ് കഴിക്കണം, ചായ കുടിക്കണം എന്നൊക്കെ ആണെങ്കിൽ ഹസ്ബൻഡിന് കുഞ്ഞിനെ ഏൽപ്പിക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഈ തിരക്ക് പിടിച്ച മാതൃത്വത്തിനിടയിൽ നമ്മളെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ഇനി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം സഹായം ചോദിക്കുക. അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഉള്ളത് അവരുടെ അടുത്ത് നിങ്ങൾ സഹായം ചോദിക്കാൻ വേണ്ടി മടിക്കരുത്. ഫോർ എക്സാമ്പിൾ അമ്മയോ അച്ഛനോ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ ആരെങ്കിലും ഇൻലോസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കുറച്ച് സമയം ഒന്ന് കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് പറയുക. അങ്ങനെ നിങ്ങൾ സഹായം ചോദിക്കണം. ചോദിക്കാണ്ടിരിക്കാൻ മടിക്കരുത്. ഓക്കെ. അല്ലാണ്ട് നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് എല്ലാ കാര്യവും ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മാനസിക വിഷമങ്ങളും അതുപോലെ തന്നെ ഗിൽറ്റ് ഫീലും ഒക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സഹായം ചോദിക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മീ ടൈം കണ്ടെത്തുക. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം മിനിമം കുറഞ്ഞത്, അതായത് മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായിട്ട് മാറ്റി വെക്കുക. അത് എന്ത് ചെയ്യാനാണെങ്കിലും, ഒന്ന് വെറുതെ ഇങ്ങനെ ഇങ്ങനെ വായി നോക്കി ഇരിക്കാനാണെങ്കിൽ പോലും, മനസ്സിലായോ? കുഞ്ഞിനെയൊക്കെ നോക്കി അത്രയും ടയേർഡായി വീട്ടിലെ ജോലിയൊക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ വെറുതെ ഒന്ന് ഇരിക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഒന്ന് കുളിക്കാനോ, കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണല്ലേ നമ്മൾ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് കുറച്ചു നേരം ഹസ്ബൻഡ് നോക്കുന്ന ടൈമിൽ നമ്മളൊന്ന് സ്വസ്ഥമായിട്ട് പോയെന്ന് ഈ ഒരു ടയേർഡായിട്ടിരിക്കുമ്പോൾ നല്ലൊരു കുളിയൊക്കെ എടുത്തിട്ട് വരുമ്പോഴത്തേക്കും ഒരു മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു സന്തോഷം തോന്നും അല്ലേ. അപ്പൊ ആ ഒരു എനർജിയൊക്കെ തിരിച്ചു വരുമല്ലോ. അപ്പൊ അങ്ങനെ ആണെങ്കിലും, അതല്ല എങ്കിൽ സ്കിൻ കെയർ ചെയ്യാനാണെങ്കിലും, ഇനി എന്തെങ്കിലും ഹോബിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ പോട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് ഒരു ചായ കുടിച്ച് റസ്കും കഴിച്ച് അങ്ങനെ ഇരിക്കാനാണെങ്കിൽ പോലും കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് കണ്ടെത്തുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടാൻ വേണ്ടിയായിട്ട് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടം ഉള്ളവരാണെങ്കിൽ ട്രാവൽ ചെയ്യുക. പുറത്തൊക്കെ ഈവനിങ് ആകുമ്പോൾ ഒന്ന് ഈവനിങ് വാക്കിനൊക്കെ പോവുക. അങ്ങനെ സമയം കണ്ടെത്താം. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നമ്മൾ ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്കും കുറേ നമ്മുടെ മനസ്സിൽ നമ്മുടെ ആ ഒരു ടയർഡ്നെസ്സും കുറച്ച് റിലീഫൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ കുറച്ച് നേരം സമയം കണ്ടെത്തുക. എന്റെ തപ്പനയിൽ കണ്ട പോലെ ആ ഫോട്ടോ ഉണ്ടല്ലേ, പുറത്തു പോകുമ്പോൾ പോലും ഞാൻ മുന്നേയൊക്കെ ആണെങ്കിൽ നല്ല പോലെ, അതായത് അറിയാലോ നമ്മൾ പൊതുവെ ഈ സ്ത്രീകൾക്കെന്ന് പറയുന്നത് കൂടുതലും ഈ ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നടക്കാനൊക്കെ ആയിരിക്കും. അപ്പൊ നല്ല പോലെ അണിഞ്ഞൊരുങ്ങി നടന്നുകൊണ്ടിരുന്ന നമ്മൾ ചിലപ്പോൾ കുഞ്ഞൊക്കെ ഉണ്ടായതിനു ശേഷം നമുക്ക് അതിന് പോലും ഒരു സമയം കാണൂല അല്ലേ. അപ്പൊ ഞാൻ ഇതുപോലെയാണ്. എന്റെ കോലം കണ്ടില്ലായിരുന്ന ഒന്ന് മുഖം കഴുകി ജസ്റ്റ് ഒന്ന് ഏതെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് പെട്ടെന്ന് അങ്ങ് പുറത്ത് കുഞ്ഞിനെ ഒരുക്കുന്നു. അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യും. നമ്മൾ ഒരുങ്ങി അതൊന്നും നോക്കുകയൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത് കാണാൻ എന്നൊന്നും കണ്ണാടിയിൽ പോലും നോക്കാറില്ല. ജസ്റ്റ് ഒന്ന് മുടിയും ചീവി ചിലപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇടും കേട്ടോ. കാരണം ആ ഒരു ടയേർഡ് ഫീലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ടായിരിക്കും ഓടുന്നത്. അപ്പം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് പുറത്ത് പോവാനോ, അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന മുന്നേ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റെങ്കിലും എടുത്ത് നമ്മൾ റെഡി ആയിക്കൊണ്ടിരുന്ന നമ്മളിപ്പോൾ വെറും ഒരു 2-3 മിനിറ്റിൽ, ഞാനൊക്കെ അങ്ങനെയാണ് പെട്ടെന്ന് ഇപ്പൊ വരാം റെഡി ആയിട്ടെന്നും പറഞ്ഞാണ് പെട്ടെന്നാണ് റെഡിയായി ഡ്രസ്സ് ഇട്ട് ഒരു ലിപ്സ്റ്റിക് മാത്രം അങ്ങ് എടുത്തിട്ടിട്ട് മോയ്സ്ചറൈസർ ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങ് ഓടും പുറത്തൊക്കെ പോകുന്നെങ്കിൽ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്.
അതായത് ഇപ്പം നമുക്ക് മീ ടൈം കണ്ടെത്തുന്നതിനോടൊപ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ച് നേരം ഹസ്ബൻഡ് നോക്കട്ടെ. ആ സമയം നമുക്കൊന്ന് റെഡി ആയിട്ട് വരാം. നല്ല പോലെ ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐലൈനറോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ ബ്ലഷൊക്കെ ഇട്ടിട്ട് ഒന്ന് പുറത്തൊക്കെ പോവുക. അപ്പോൾ നമുക്ക് കണ്ണാടിയിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് കണ്ണാടിയിൽ നോക്കണം ഇപ്പം ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു നമുക്കായിട്ട് നമ്മളൊരു സമയം കണ്ടെത്തുമ്പോൾ ഈ ഒരു ചേഞ്ചസ് ഒക്കെ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ ഉണ്ടാവും. അപ്പൊ എന്റെ ഇപ്പൊ ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് മനസ്സിലായോ. ഞാനിപ്പോ എനിക്കായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുന്നുണ്ട്, കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. കുറച്ചൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തന്നെയാണ് നമ്മളിപ്പോ പുറത്തു പോകുന്നത്. നേരത്തെ കണ്ട തമ്മിലുള്ള ഫോട്ടോയിലുള്ള പോലെയൊന്നും അല്ല ഞാൻ. മനസ്സിലായോ. അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾ സമയങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. അടുത്തതായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ഡ്രീം കാണും. ആ ഡ്രീം നിങ്ങൾ ഒരിക്കലും വേണ്ട എന്ന് വെക്കരുത്. ഫോർ എക്സാമ്പിൾ കരിയർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് തിരിച്ച് ഗ്യാസ് ആണെന്ന് തോന്നുന്നു. ഏമ്പൊക്കെ പോകുന്നു. അതായത് നിങ്ങൾക്ക് തിരിച്ച് ജോലിക്ക് പോണം എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ കരിയർ കണ്ടിന്യൂ ചെയ്യണമെന്നാണെങ്കിൽ അതിന് പോവുക. കുഞ്ഞിനെ ഡേ കെയറിലോ വല്ലതൊക്കെ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് നോക്കാൻ വയ്ക്കുക. അതും അല്ലെങ്കിൽ വീട്ടിലെ അമ്മയോ അച്ഛനോ ഒക്കെ ഇപ്പോൾ പ്രവാസി ലോകത്താണെങ്കിൽ നമുക്ക് ആരും കാണൂലല്ലോ. അങ്ങനെയെങ്കിൽ അച്ഛനും അമ്മയൊക്കെ കൊണ്ടുവന്നോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കരിയർ കണ്ടിന്യൂ ചെയ്യുക. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ കുഞ്ഞിനെ നോക്കുന്നില്ല എന്നൊന്നും ആയി പോവുകയൊന്നുമില്ല. മനസ്സിലായോ. അതല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലിരുന്നാണെങ്കിലും നിങ്ങൾ ഫ്യൂച്ചറിൽ ഇനി എന്തായാലും ചിലപ്പോൾ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, പ്ലാൻ ചെയ്തവരായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കരിയർ വീട്ടിൽ ഇരുന്ന് തന്നെ കുറച്ചൊന്ന് നോളജൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാണ്ട് ഹസ്ബൻഡ് ആണെങ്കിൽ ഇപ്പം കൂടെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഹസ്ബൻഡിനെയും കൂടെ വിളിക്കാം. കുക്കിംഗ് ആണെങ്കിൽ ഒന്നിച്ച് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് ജോലികളൊക്കെ ഹസ്ബൻഡും കൂടെ ഹെൽപ്പ് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു റിലീഫാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിനെ ഉറക്കുന്ന കാര്യമാണെങ്കിൽ പോലും ചില കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഉറങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഉറക്കുന്ന ടൈമിലാണെങ്കിൽ ഇപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, നിങ്ങളൊരു ചിലപ്പോൾ കുഞ്ഞ് രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മളായിരിക്കും കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ അങ്ങനെയാണ്. ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് വരുന്ന സമയത്ത് കുറച്ച് നേരം ഹസ്ബൻഡിൻ്റെ കൊടുക്കും. അപ്പോൾ രാത്രിയാണെങ്കിലും ചില സമയം കുഞ്ഞിനെ എന്നെക്കൊണ്ട് എനിക്ക് ഉറക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡാണ് ഉറക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ആശ്വാസം കിട്ടും. നമ്മൾ അത്രയും എക്സോസ്റ്റഡ് ആയിരിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ആശ്വാസം, ഒരു സപ്പോർട്ട് നമ്മുടെ ഹസ്ബൻഡ് തരുമ്പോൾ അത് വലിയ ഒരു എന്താണ് ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡിന്റെ ഹെൽപ്പായാലും നിങ്ങൾ തേടുക. അതായത് ചില അമ്മമാര് ഞാൻ കണ്ടിട്ടുണ്ട് ഫുൾ കാര്യങ്ങളും ഇപ്പൊ അമ്മ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെയുണ്ട്. ഹസ്ബൻഡ് അങ്ങനെ ഒന്നും ചെയ്യൂല. എല്ലാ അമ്മയായിരിക്കും കൂടുതലും ഒറ്റയ്ക്ക് ചെയ്യാറുള്ളത് കുഞ്ഞിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിപ്പോകും ലൈഫിൽ. എല്ലാ ദിവസവും നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും. നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷനൊക്കെ വന്ന് കഴിഞ്ഞിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഹസ്ബൻഡിന്റെ സപ്പോർട്ട് തേടുക. ഹസ്ബൻഡ് തന്നെ വേണമെന്നില്ല, വീട്ടിൽ ആരുണ്ടോ അവരുടെ ഒരു സപ്പോർട്ട് നിങ്ങൾ തേടുക. അത് ഹെൽപ്പ് ചോദിക്കാൻ മടിക്കരുത്. സോ ഗൈസ്, അമ്മയാവുക എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ കുഞ്ഞിനെ നിങ്ങൾ നന്നായിട്ട് സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെയും കൂടെ സ്നേഹിക്കുക. നിങ്ങളെ ഒരിക്കലും മറന്നു പോവാതിരിക്കുക. അപ്പോൾ ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കോമന്റ് സെക്ഷനിലൂടെ പറയണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്ത് വെച്ചോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമല്ലോ. പിന്നെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞില്ലേ ഡെയിലി വ്ലോഗ് ഒക്കെ ആരെങ്കിലും അതായത് ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള വ്ലോഗൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം.